വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം. പാലക്കാട് വണ്ടിത്താവളം സ്വദേശിയുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കുടുംബം രംഗത്ത് വന്നു. അതേസമയം ആശുപത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന നിലപാടിലാണ് അധികൃതർ ഉള്ളത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായെന്നുള്ളൊരു ആരോപണവുമാണ് ഇപ്പോൾ ഉയരുന്നത്. നാരായണൻകുട്ടിയുടെ ഭാര്യ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രസവിച്ചത്. പക്ഷേ നവജാത ശിശു ഈ പ്രസവം കഴിഞ്ഞ അധികം വൈകാതെ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മൂലമാണെന്നാണ് നാരായണൻകുട്ടി ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഒരു ബ്രീച്ച് പൊസിഷനിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുക്കണമായിരുന്നു, അതുണ്ടായില്ല. NICU അടക്കമുള്ള സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാരായണൻകുട്ടിയും കുടുംബവും ആരോപിക്കുന്നത്. ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ആംബുലൻസ് വന്നു, കയറിയിരുന്നു. കൊച്ചിനെ ട്രയൽ ഇട്ടിട്ടുണ്ടായാലും തന്നു. അങ്ങനെ ഇവിടെ അഹല്യ ഹോസ്പിറ്റലിൽ ഒരു കുറച്ചു നേരം കഴിഞ്ഞ് ഇതുപോലെ 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടറിനോട് വിളിച്ചത്. അങ്ങനെയാണ് 1% പോലും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കേസാണ്. ഡെലിവറി സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു അനസ്ഥയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കൊച്ച് ബ്രീച്ച് ലെവലിൽ ഇറങ്ങി വന്നതുകൊണ്ടും ഒരാൾക്ക് കൊച്ചിന് ശ്വാസം എടുക്കാനും കിട്ടുന്നില്ല. ഇപ്പോഴും പൾസ് വളരെ കമ്മിയായിക്കൊണ്ടാണ് പോകുന്നത്. അതേസമയം തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. 9ാം മാസത്തിൽ തന്നെ ഈ ബ്രീച്ച് പൊസിഷനിലാണ് കുട്ടി എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ബ്രീച്ച് പൊസിഷൻ എന്നത് ആദ്യം കാലുകൾ പുറത്തു വരിക, ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് കുട്ടി ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ഒരു സിസേറിയൻ ആവശ്യമായിരുന്നു. പക്ഷേ ഈ കുടുംബം പ്രസവ വേദനയുമായി ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു സിസേറിയനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രസവത്തിലേക്ക് പോയതെന്നും അതിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നു. മൽഘോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.